പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് മാർച്ച് മാസം 12-ാം തീയതിയാണ്. ഞാനും നിങ്ങളുമൊക്കെ ഈ ദിവസങ്ങളിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്നത്, ഞാൻ തിരഞ്ഞെടുത്തത് സങ്കീർത്തനം 130-ൻ്റെ വചനങ്ങളാണ്. ഞാൻ ഇന്നലെ നിങ്ങളോട് പറഞ്ഞത് 1-ാമത്തെ വചനമാണ്. ഇന്ന് നാം പഠിക്കുന്നതിൻ്റെ 2-ാമത്തെ വചനമാണ്. സങ്കീർത്തനം 130:2. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നുണ്ട്. എല്ലാ ദിവസവും നിങ്ങളെ ഓർക്കുന്നുണ്ട്. സങ്കീർത്തനം 130:2 ഇങ്ങനെയാണ് പറയുന്നത്. ഒന്ന് ഇങ്ങനെ പറഞ്ഞു: കർത്താവേ, അഗാധത്തിൽ നിന്ന് ഞാൻ അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നു. 2-ാമത്തെ വചനം പറയുകയാണ്: കർത്താവേ, എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ, എൻ ചെവി ചായ്ച്ച് എൻ്റെ യാചനകളുടെ സ്വരം ശ്രവിക്കണമേ. കണ്ണീരിൻ്റെ വക്കിൽ നിന്ന് കണ്ണീരോടെ കർത്താവിൻ്റെ പക്കലേക്ക് നമ്മുടെ മനസ്സും ഹൃദയവും ഒക്കെ ഉയർത്തുമ്പോൾ, കർത്താവെ, അഗാധത്തിൽ നിന്ന് ഞാൻ താഴ്ന്നുപോയിടത്തിൽ ഏറ്റവും താഴെ കിടന്നുകൊണ്ട് ഞാൻ അങ്ങ് വിളിച്ചപേക്ഷിക്കുന്നു. എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ കർത്താവെ, എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ. ചെവി ചായ്ച്ച് എൻ്റെ യാചനകളുടെ സ്വരം ശ്രവിക്കണമേ. 2-ാമത്തെ വചനം പറയുകയാണ്, Psalm 130:2. സെക്കൻഡ് വേഴ്സ് ഇങ്ങനെയാണ് പറയുന്നത്: ലോർഡ് ഹിയർ മൈ വോയിസ്, ലോർഡ് ഹിയർ മൈ വോയിസ്, ലെറ്റ് യുവർ ഇയേഴ്സ് ബി അറ്റൻറ്റീവ് ടു ദ വോയിസ് ഓഫ് മൈ സപ്ലിക്കേഷൻസ്. കർത്താവേ, ചെവി ചായ്ച്ച് എൻ്റെ സ്വരം കേൾക്കണം. കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നമ്മെ തന്നെ കൊടുത്തുകൊണ്ട് കർത്താവിനോട് പറയാം: ഈശോ, അങ്ങയുടെ സ്വരം, എൻ്റെ സ്വരം അങ്ങ് കേൾക്കണമേ, എൻ്റെ നിലവിളി അങ്ങ് കേൾക്കണമേ. ഈശോയോട് പറഞ്ഞേ, എൻ്റെ ഉള്ളിൽ മറ്റാരുമല്ല, അങ്ങ് മാത്രം നിറയാൻ, അങ്ങ് മാത്രം വളരാൻ എന്നെ സഹായിക്കണമേ എന്നൊന്ന് പ്രാർത്ഥിച്ച് ഈ പ്രഭാതത്തിൽ, നാഥാ നീ മാത്രം എന്നിൽ വളരേണം, നിന്റെ കൃപ മാത്രം എന്നിൽ നിറയേണം. ഞാനോ കുറയേണം, നീയോ വളരേണം. മഹത്വം എന്നേക്കും നിനക്കുള്ളതാകേണം. കൃപമേൽ കൃപ നൽകി എന്നെ നയിക്കേണമേ. ഈശോയോട് പറഞ്ഞേ, കർത്താവേ, നീ എന്നെ നയിക്കണമേ, നീ എന്നെ നയിക്കണമേ, എൻ്റെ കരം പിടിച്ചു കൊള്ളണമേ. ഈശോയോട് പറയാം. ആമേൻ.